വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 6ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 11ാമത്തെ ചാപ്റ്റർ കുഞ്ഞുങ്ങളെ അക്ഷരക്കണക്ക് അല്ലെങ്കിൽ ലെറ്റർ മാത്ത്. നമ്മൾ 1ാമത്തെ പാർട്ട് അതിൻ്റെ ഇട്ടതായിട്ടോ. എന്തൊക്കെയാണെന്നുള്ളതിൻ്റെ ആ ഒരു ബേസ് ആദ്യത്തെ കുറേ നോട്ടുകളായിട്ട് നിങ്ങളൊന്ന് വായിച്ചു നോക്കിയായിരുന്നോ? ഇപ്പം മൊത്തം 6 സെൻറ്റിമീറ്റർ ആയി കഴിഞ്ഞാൽ അതിൽ നിന്ന് 1 സെൻറ്റിമീറ്റർ വെച്ച് നമ്മൾ ലെഫ്റ്റിലോട്ട് മാറ്റി ഒരു കുത്തിട്ട് കഴിഞ്ഞാൽ അതിന് 6 എന്നുള്ള പേര് കൊടുക്കണമെന്നും ഇല്ലേ? അതിൻ്റെ ബാക്കി ലെഫ്റ്റിലോട്ട് പോയാൽ L എന്നും മൊത്തത്തിനെ നമ്മൾ D എന്നും അതൊക്കെ എളുപ്പ വഴിയൊക്കെ വെച്ചിട്ട് നമ്മളത് പറഞ്ഞതാണ് അല്ലേ? അതിൻ്റെ പേജ് നമ്പർ 165 ഒരു കണക്കും നമ്മൾ ചെയ്തതാണ് കണ്ടോ. ഇതിൻ്റെ 1ാമത്തെ കണക്കും നമ്മൾ ചെയ്തതാണ്. ഇവിടെ വരെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും കണക്കുകൾ നമ്മൾ ചെയ്തിട്ടുണ്ടോ നിങ്ങളെ? പേജ് നമ്പർ 165 1ാമത്തെ പാർട്ടൊന്ന് എടുത്ത് നോക്കണേ കേട്ടോ. കാരണം ഇനിയും നമ്മളത് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ചെയ്യാൻ സമയം അങ്ങ് പോകും കേട്ടോ. അപ്പോൾ നമുക്കിന്ന് 2ാമത്തെ ചോദ്യം നോക്കിയോ നിങ്ങളെ. 2ാമത്തെ നോക്കിയേ. ആ ഒരു ചോദ്യത്തിൽ തന്നെ 5 എണ്ണം കണ്ടോ. ഒരെണ്ണത്തിൽ തന്നെ 5 ക്വസ്റ്റ്യനാണ് കേട്ടോ. 1ാമത്തെ നോക്കിക്കേ. അതെ, ഈച്ച് സൈഡ് ഓഫ് എ സ്ക്വയർ ഓഫ് പെരിമീറ്റർ 40 centimeters ഈസ് എക്സ്റ്റെൻഡഡ് ബൈ 1 centimeter ടു മേക്ക് എ ലാർജർ സ്ക്വയർ. ബൈ ഹൗ മച്ച് ഈസ് ദ പെരിമീറ്റർ ഇൻക്രീസ്ഡ്. നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാം. 2ാമത്തെ ചോദ്യമാണ്. അതിൻ്റെ 1ാമത്തെ കേട്ടോ. 2ൻ്റെ 1 കുഞ്ഞുങ്ങളെ കേട്ടോ. ഈച്ച് സൈഡ് ഇവിടെ 40 സെൻറ്റിമീറ്റർ ചുറ്റളവുള്ള പെരിമീറ്റർ ആണ് തന്നിരിക്കുന്നത് കേട്ടോ. 40 സെൻറ്റിമീറ്റർ ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്റർ ഉള്ള ഒരു സമചതുരം എന്ന് വെച്ചാൽ സ്ക്വയറാണ് കേട്ടോ. ഈ വായിക്കുമ്പോൾ ആ പടവും കൂടെ നമ്മുടെ മനസ്സിലങ്ങ് വരണം കേട്ടോ. 40 സെൻറ്റിമീറ്റർ ഉള്ള ഒരു സ്ക്വയർ അല്ലെങ്കിൽ സമചതുരത്തിൻ്റെ എന്ത് തന്നിട്ടുണ്ട്? ഈ തന്നിരിക്കുന്നത് ഏതാ? പെരിമീറ്റർ ആണ് തന്നിരിക്കുന്നത്. ഓരോ വശവും എന്താ 1 സെൻറ്റിമീറ്റർ വീതം നീട്ടി. എന്നിട്ട് എന്ത് ചെയ്തു? അത് കുറേ കൂടി ഒരു വലിയ സമചതുരം അവർ ഉണ്ടാക്കി. ഈ വലിയ സമചതുരത്തിൻ്റെ ചുറ്റളവ് അപ്പോൾ എത്രയാണ് കൂടിയത് എന്നാണ്. ബൈ ഹൗ മച്ച് ഈസ് ദ പെരിമീറ്റർ ഇൻക്രീസ്ഡ്. എത്രയാണ് അവിടെ കൂടിയത് എന്നാണ് ചോദിച്ചത്. ക്വസ്റ്റ്യൻ മനസ്സിലായോ നിങ്ങളെ? ക്വസ്റ്റ്യൻ മനസ്സിലായോ? അതായത് 2ൻ്റെ 1ാമത്തെ ചോദ്യം കേട്ടോ. 2ാമത്തേൻ്റെ 1ാമത്തെ നമ്പർ ഇട്ട് എഴുതണേ. അതായത് ഇവിടെ നോക്കണേ. അതാണ് സ്ക്വയർ എന്ന് വെച്ചാൽ എന്താ? നമുക്കറിയാം 4 വശവും ഒരുപോലിരിക്കുന്ന അല്ലേ? എന്തുണ്ട്? പോളിഗണിന് പറയുന്ന പേരാണ് സ്ക്വയർ. 4 വശം. ഇപ്പോൾ ഇവിടെ 4 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇവിടെയും 4 ആയിരിക്കണം, ഇവിടെയും 4 ആയിരിക്കണം, ഇവിടെയും 4 ആയിരിക്കണം. അങ്ങനെയുള്ള ഒരുപോലെ ഇരിക്കുന്നതിനെ നമ്മൾ സ്ക്വയർ എന്ന് പറയുന്നത് അല്ലേ? പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എത്രയാണെന്നറിയോ? ഇതിൻ്റെ പെരിമീറ്റർ എന്ന് വെച്ചാൽ എന്താ നിങ്ങൾ? പെരിമീറ്റർ ചുറ്റളവ്. ഇതിന് ഈ ചുറ്റുമുള്ള അളവ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? അപ്പം തന്നിട്ടുള്ളത് നമുക്ക് പറക്കി എഴുതാം. ഇവിടെ എന്താ തന്നിട്ടുള്ളത്? പെരിമീറ്റർ ഓഫ് അല്ലേ? തന്നിട്ടുള്ള ഏതൊക്കെയാണ്? പെരിമീറ്റർ ഓഫ് ദ അതെ തന്നിട്ടുള്ളത് പറക്കി എഴുതാം. പെരിമീറ്റർ ഓഫ് നമുക്ക് ഫസ്റ്റ് സ്ക്വയർ എന്ന് എഴുതാം. എന്തിനാണെന്നറിയോ? ഈ സ്ക്വയറിനെ പിന്നെയും നമ്മൾ വലുതാക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഏതാണെന്നറിയാൻ വേണ്ടി ഫസ്റ്റ് സ്ക്വയർ കേട്ടോ. അത് അങ്ങനെ എഴുതുമ്പോഴേ നമുക്ക് എന്താ അടുത്ത നമ്മളിതിനെ നീട്ടുമല്ലോ. അതുകൊണ്ടാണ് പെരിമീറ്റർ ഓഫ് ഫസ്റ്റ് സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറഞ്ഞാൽ ആദ്യത്തെ സമചതുരത്തിൻ്റെ ചുറ്റളവ്. ആദ്യത്തെ മലയാളം മീഡിയക്കാർ എഴുതണേ. ആദ്യത്തെ സമചതുരത്തിൻ്റെ ചുറ്റളവ് ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് 40 സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. അപ്പം ഞാനിത് സമചതുരം എന്തോന്നൊന്ന് കാണിച്ചതാണ്. പക്ഷെ നമുക്ക് തന്നിരിക്കുന്ന സമചതുരം എന്ന് പറയുന്നത് മൊത്തം എന്ന് വെച്ചാൽ ഇതിൻ്റെ ചുറ്റളവ് നമുക്ക് 40 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട് അല്ലേ? 40 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 4 വശവും കൂടി കൂട്ടുന്നതാവും നിങ്ങളെ ഈ ചുറ്റളവ് അല്ലേ പെരിമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 40 ഇത് മൊത്തവും കൂടെ ഉണ്ടെങ്കിൽ ഇവിടെ ഓരോരുത്തരത്തും എത്ര വരും? നിങ്ങളൊന്ന് ചിന്തിച്ചേ നോക്കിയേ. ഇവിടെ 10 ആയിരിക്കും, ഇവിടെയും 10, ഇവിടെയും 10, ഇവിടെയും 10 ആയിരിക്കത്തില്ലയോ? ഇല്ലയോ? എങ്കിലെല്ലാം ഒരേപോലെ എന്ന് വെച്ചാൽ എന്താ? സ്ക്വയറാണ്, സമചതുരമാണ്. നമുക്ക് പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് തന്നിരിക്കുന്ന എത്രയാണ്? 40 അല്ലേ? അപ്പം നമുക്കൊന്ന് ചിന്തിക്കാം. എന്താ 10 10 10 4 10 ചേരുന്നതല്ലേ 40 ഇല്ലയോ? നമുക്ക് അങ്ങനെ എടുത്തുവിടാവും നിങ്ങളെ. അപ്പോൾ ഇവിടെ ഒരു സൈഡ് കാണാൻ നമ്മൾ എന്തോ ചെയ്യണം? വേണമെങ്കിൽ നമുക്കറിയാം 40 കിട്ടി. വേണമെങ്കിൽ എഴുതിക്കോ എന്താ 1 സൈഡ്. എൻ്റെ ഒരു സൈഡ് നമുക്ക് 1 സൈഡ് എന്നോ അല്ലേ? അപ്പോൾ ഒരു സൈഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ അല്ലെ ഒരു വശം, സൈഡ് എന്ന് വെച്ചാൽ വശം, എന്തോ ചെയ്താൽ മതി? ഈ 40നെ
നമ്മൾ എത്ര 4 കൊണ്ട് അങ്ങ് ഡിവൈഡ്. 4 വന്നാൽ എന്താ, ഈ വശങ്ങൾ എത്ര ഉണ്ട്, 4 വശം, 1 2 3 4 വശം കേട്ടോ. അപ്പം മൊത്തം പെരിമീറ്ററിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി, 10 സെൻറ്റിമീറ്റർ. കണ്ടോ, ഒരു വശം നമുക്ക് കിട്ടി. മനസ്സിലായോ? അപ്പോൾ നമുക്ക് എന്താ, സമചതുരത്തിൻ്റെ ചുറ്റളവ് അല്ലെ പെരിമീറ്റർ ഓഫ് ഫസ്റ്റ് സ്ക്വയർ, ഈ സ്ക്വയറിൻ്റെ നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു വശം കിട്ടി അല്ലേ. ഇനി നമ്മൾ ചോദ്യത്തിൽ എന്താ പറഞ്ഞത്, ഇതിൻ്റെ കൂടെ ഓരോ സെൻറ്റിമീറ്റർ ടു മേക്ക് എ ലാർജർ സ്ക്വയർ. അതായത് ഇപ്പോൾ ഇവിടെ എത്രയായിരുന്നു, 10, ഇതിൻ്റെ കൂടെ വീണ്ടും എന്ത് ചെയ്തു, ഒന്നും കൂടി കൂട്ടി കേട്ടോ. ഇവിടെ എത്രയായിരുന്നു നിങ്ങളെ, ഇവിടെ ഇങ്ങോട്ട്, അവിടെ എന്താ, ഒന്നുകൂടി കൂട്ടി. ഇവിടെ നോക്കിയേ, ഇവിടെ അവർ എന്ത്, ഒന്നുകൂടി കൂട്ടി. ഇങ്ങോട്ടും അല്ലാതെ ഓരോന്ന് വീതം അവർ വീണ്ടും ഓരോ സെൻറ്റിമീറ്ററോട് അവർ കൂട്ടിയെന്ന് കണ്ടോ. അപ്പം ഇവിടെയും 10+1, ഇവിടെയും 10 എന്ന് വെച്ചാൽ 4 വശവും ഓരോ സെൻറ്റിമീറ്റർ വീതം അവർ കൂട്ടി. ചോദ്യം നല്ലപോലെ മനസ്സിലാക്കണേ കേട്ടോ, ചോദ്യം മനസ്സിലാക്കണേ നിങ്ങളെ, ചോദ്യം കേട്ടോ. ഓരോ സെൻറ്റിമീറ്റർ വീതം കൂട്ടി. ഇത്രയും പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ നിങ്ങളെ? ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു സ്ക്വയർ എന്ന് വെച്ചാൽ ഞാൻ വെറുതെ ഈ 4 കാണിച്ചെന്ന് വെച്ചാൽ 4 വശവും ഒരുപോലെ ഇരിക്കുന്നത് കൊണ്ടാണ് അതിനെ സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ സമചതുരത്തിൻ്റെ ചുറ്റളവ് ഓൾറെഡി ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ. അവർ പറഞ്ഞേക്കുന്നത് നിങ്ങൾക്ക് അതിൻ്റെ കൂടെ ഓരോ വശത്തും നമ്മൾ 1 സെൻറ്റിമീറ്റർ കൂടി കൂട്ടിയാൽ കേട്ടോ, 1 സെൻറ്റിമീറ്ററൂടെ കൂട്ടിയാൽ എത്ര ആണെന്ന്. അപ്പോൾ നമുക്ക് ഒരു വശം എത്രയാണ്, ഒരു വശം കിട്ടണമെങ്കിൽ പെരിമീറ്ററിനെ സൈഡ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു വശം കിട്ടി. ഇനി നമുക്ക് എന്താ, ഓരോ വശവും കൂട്ടുമ്പോൾ എങ്ങനെ നിങ്ങൾ, അപ്പം പുതിയൊരു സ്ക്വയർ നമുക്ക് കിട്ടും അല്ലേ, കിട്ടത്തില്ലേ? അപ്പോൾ എങ്ങനെ എഴുതാം, ന്യൂ സ്ക്വയർ, പുതിയൊരു സ്ക്വയർ അല്ലേ. അപ്പം അതിന് ഹാസ് എ സൈഡ്, ഹാസ് എ സൈഡ് എന്ന് വെച്ചാൽ പുതിയ സ്ക്വയറിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് അല്ലേ, പുതിയ, ഇതൊക്കെ വേണേ എഴുതിയാൽ മതി കേട്ടോ, ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. പുതിയ സമചതുരമല്ലേ, സ്ക്വയർ എന്ന് വെച്ചാൽ സമചതുരത്തിൻ്റെ ചതുരത്തിൻ്റെ ഒരു വശം. അപ്പോൾ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ അവിടെ കാണിച്ചു അല്ലേ, ഒരു വശം എന്ന് പറയുന്നത് 10+1 = 11 11 സെൻറ്റിമീറ്റർ വരും അല്ലേ. അങ്ങനെയാണെങ്കിൽ ഒരു വശം 11 ആണെങ്കിൽ എങ്ങനെയാ ന്യൂ പെരിമീറ്റർ കാണുന്നത്, എങ്ങനെയാ മൊത്തത്തിലല്ലേ, പെരിമീറ്റർ ഓഫ് എന്താ, പുതിയ ന്യൂ സ്ക്വയർ അല്ലേ, എന്ന് വെച്ചാൽ പുതിയ സമചതുരത്തിൻ്റെ ഇത് രണ്ടും കൂടെ എഴുതുമ്പോഴാണ് ഈ തോനെ ഉള്ളതായിട്ട് തോന്നുന്നത് കേട്ടോ. ചുറ്റളവ് കാണണമെങ്കിൽ ചുറ്റളവ് = എങ്ങനെ കാണാം, നമുക്ക് ഒരു വശം മനസ്സിലാക്കണേ നിങ്ങൾ കേട്ടോ. ഒരു വശം എന്ന് വെച്ചാൽ 10 ആയിരുന്നു, അപ്പോൾ നമ്മൾ അധികത്തിൽ ഒന്നുകൂടി ഇട്ട് കൊടുത്തു, അപ്പോൾ 11. അങ്ങനെ എത്ര എണ്ണം ഉണ്ട്, 1 2 3 4 എണ്ണം. അപ്പം എന്താ എഴുതാം, 11 × 4 44 സെൻറ്റിമീറ്ററാണ് മൊത്തം വന്നത് കണ്ടോ. പുതിയ എന്ന് വെച്ചാൽ പഴയതിന് എത്രയായിരുന്നു, 40 ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വശം എന്ന് വെച്ചാൽ 10 ആയിരുന്നു. ആ 10ൻ്റെ കൂടെ വീണ്ടും ഒന്നുകൂടി ഇട്ട് കൊടുത്തപ്പം നമുക്ക് എന്താ 11 കിട്ടി. അപ്പോൾ ഇനി മൊത്തം എന്താ, പുതിയ സമചതുരത്തിൻ്റെ ചുറ്റളവ് വേണമെങ്കിൽ 11 × 4 അല്ലേ, 4 വന്നേക്കെ അറിയാവേ കേട്ടോ. 11 × 4 എന്ന് വെച്ചാൽ 4 വശം, 4 വശം. അപ്പോൾ 11 × 4 44. അപ്പോൾ അവർ ചോദിച്ചേക്കുന്നത് ഹൗ മച്ച് ഈസ് ദ പെരിമീറ്റർ ഇൻക്രീസ്ഡ് അല്ലേ, എത്രയാ, വലിയ സമചതുരത്തിൻ്റെ ചുറ്റളവ് എത്രയാണ് കൂടിയത്. ഇവിടെ നോക്കിക്കേ, 44 ആയിരുന്നു അല്ലേ, ഇൻക്രീസ് ചെയ്തു, അവിടെ ഇൻക്രീസ് ചെയ്തത് അല്ലെങ്കിൽ എന്താ, കൂടിയത് അല്ലേ. ഇൻക്രീസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടെ കൂടിയത് എന്ന്, ഇൻക്രീസ് അല്ലെങ്കിൽ കൂടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ 44ൽ നിന്ന് 40 പോയാൽ ബാക്കി 4 സെൻറ്റിമീറ്ററാണ് അവിടെ കൂടിയത്. അപ്പോൾ നമ്മളോട് കൂടിയത് എത്രയാണെന്ന് ചോദിച്ചത് കൊണ്ടാണ്, ഇൻക്രീസ് ചെയ്ത് എത്രയാണെന്ന് ചോദിച്ചുകൊണ്ടാണ് ഇവിടെ 4 സെൻറ്റിമീറ്റർ എഴുതിയത്. ഇത് മനസ്സിലായോ നിങ്ങൾ? എളുപ്പമല്ലേ, ഇങ്ങനെയുള്ള കണക്കുകൾ എളുപ്പമല്ലേ. നമുക്ക് ഈ രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഒന്നാമത്തേതാണിത്. നമുക്ക് അടുത്ത ചെയ്യാം. മനസ്സിലാവുന്നുണ്ടോ? എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇല്ലല്ലോ. അടുത്ത ചെയ്യാം. അടുത്ത് നോക്കൂ നിങ്ങൾ, അടുത്ത രണ്ടിൻ്റെ രണ്ടാമത്തെയാണേ. ഇഫ് ദ സൈഡ് ഓഫ് എ സ്ക്വയർ ഓഫ് പെരിമീറ്റർ 60 സെൻറ്റിമീറ്റർ ആറ് എക്സ്റ്റെൻഡഡ്, നോക്കണേ മുമ്പത്തെ അതുപോലെ തന്നെ 60 സെൻറ്റിമീറ്റർ ആർ എക്സ്റ്റെൻഡഡ് ലൈക്ക് ദിസ്, വാട്ട് വുഡ് ബി ദ പെരിമീറ്റർ ഓഫ് ദ ലാർജ് സ്ക്വയർ. മുമ്പത്തെ അതേപോലെ തന്നെ കുഞ്ഞുങ്ങളെ, മുമ്പ് നമ്മൾ 40 ആയിരുന്നു, അതിൻ്റെ കൂടെ എന്ത് ചെയ്തു, 1 സെൻറ്റിമീറ്ററും കൂടെ കൂട്ടിയപ്പം എത്ര ആയിരുന്നു അല്ലേ. ഇപ്പം എന്താ ചോദിച്ചേക്കുന്നത്, ഇപ്പം 60 അല്ലേ. നമ്മളോട് ചോദിച്ചാൽ എന്താ, 60 പെരിമീറ്റർ 60 ആണെങ്കിൽ എന്താ, പുതിയ ഇതിൻ്റെ എന്താ കണ്ടുപിടിക്കണം, ലൈക്ക് ദീസ് വാട്ട് പെരിമീറ്റർ ഓഫ് ദ ലാർജ് സ്ക്വയർ കേട്ടോ. അപ്പം ചോദ്യം മനസ്സിലായോ?
ഒന്നും കൂടി പറയണോ നിങ്ങളെ, അതായത് 60 സെൻറ്റിമീറ്റർ ചുറ്റളവുള്ള ഒരു സമചതുരത്തിൻ്റെ വശങ്ങൾ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ നീട്ടി ഉണ്ടാക്കുന്ന വലിയ ചതുരത്തിൻ്റെ ചുറ്റളവ് എത്രയാണ്? മുമ്പ് ചെയ്ത അതേപോലെ തന്നെയാണ് കേട്ടോ. മുമ്പ് ചെയ്ത മനസ്സിലായവർക്ക് ഇതും എളുപ്പമാണ് കണ്ടോ. മുമ്പ് നമ്മൾ എഴുതി എന്താ, ഇവിടെ ആദ്യത്തെ നമുക്ക് എത്ര കിട്ടിയേക്കുന്നത്, പെരിമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. പെരിമീറ്റർ ഓഫ് ഫസ്റ്റ് സ്ക്വയർ അല്ലേ, അങ്ങനെ തന്നെ കൊടുക്കാം, ഫസ്റ്റ് സ്ക്വയർ അല്ലേ. അല്ലെങ്കിൽ ഇവിടെ ആദ്യത്തെ സമചതുരം, സ്ക്വയർ അല്ലേ, സമചതുരത്തിൻ്റെ കണക്ക് കാണാതെ പഠിക്കല്ലേ കുഞ്ഞുങ്ങളെ കേട്ടോ, മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാണ്. കാരണം മനസ്സിലായെങ്കിലേ പരീക്ഷയ്ക്ക് എന്നിരിക്കുമ്പോൾ എന്തുവാന്ന് അറിയത്തുള്ളൂ, അല്ലാതെ ഇത് കാണാതൊന്നും ഒരിക്കലും പഠിക്കരുത് കേട്ടോ. ഇവിടെ എത്ര നമുക്ക് ആദ്യ സമചതുരത്തിൻ്റെ ചുറ്റളവ്, ഇവിടെ നമുക്ക് 60 തന്നേക്കുന്നത്, മുമ്പിലത്തെ 40 ആയിരുന്നു തന്നെ, 60 സെൻറ്റിമീറ്ററാണ് തന്നിരിക്കുന്നത് അല്ലേ. അപ്പം നമുക്ക് ഇതിൻ്റെ എന്താ വൺ സൈഡ് അല്ലേ, ആദ്യത്തെ സൈഡ് ഒരു സൈഡ് കാണണമെന്നുണ്ടെങ്കിൽ വൺ സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വശം കാണണമെങ്കിൽ എന്തോ ചെയ്താൽ മതി, ഈ 60-നെ അല്ലേ, മൊത്തമുള്ള 60 എന്ന് വെച്ചാൽ എന്താ, ഇപ്പോൾ ഒരു സ്ക്വയറാണ്, ഈ സ്ക്വയറിൻ്റെ മൊത്തം കൂടാണ് നമുക്ക് തന്നേക്കുന്നത് അല്ലേ, 60 സെൻറ്റിമീറ്റർ. അപ്പം നോക്കിയോ നിങ്ങളെ, ഇവിടെ പകുതി അപ്പോൾ എത്രയായിരിക്കും, 30 ആയിരിക്കത്തില്ലയോ. ഇത് എളുപ്പം വഴിക്ക് പറഞ്ഞ കേട്ടോ. ഇത് ഫുൾ എത്ര, 60 ഇവിടെയും കൂടെ കൂട്ടുമ്പോൾ 60 വരണം അല്ലേ. ഈ 60-ന്റെ പകുതി എത്ര, 30. അപ്പം ഇതിൻ്റെ പകുതി എത്ര, ഇവിടുന്ന് ഇവിടെ വരെ അല്ലേ പകുതി, ഇത്രയും. അപ്പം ഇത്രയും 30 അപ്പം ഇവിടെ എത്ര ആയിരിക്കും, 15. ഇവിടെ എത്ര, 15. അപ്പം 30 ആയില്ലയോ. ഇനി ഇവിടെ എത്ര, 15, 45 ആയില്ലയോ. ഇവിടെ 15, 60. ഇത് ഞാനൊരു എളുപ്പവഴിക്ക് പറഞ്ഞ കേട്ടോ. 60/4 = 15 സെൻറ്റിമീറ്ററാണ് കേട്ടോ. അതൊക്കെ ഒന്ന് ഇങ്ങനെയൊക്കെയുള്ള എല്ലാ കുറുക്ക് വഴിയും ഒന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ഇത്രയൊക്കെയാണോ. അപ്പം നമുക്ക് വൺ സൈഡ് മുമ്പ് ചെയ്ത അതേപോലെ തന്നെയാണ് കേട്ടോ, വൺ സൈഡ് കിട്ടി. അപ്പം നമുക്ക് എന്താ ഇനി അവർ പറഞ്ഞത്, ന്യൂ സ്ക്വയർ ഹാസിയെ പുതിയൊരു സൈഡ് അല്ലേ, എന്ന് വെച്ചാൽ പുതിയ സ്ക്വയറിൻ്റെ ഹാസ് എ സൈഡിൻ്റെ സൈഡ് അല്ലേ, ഹാസ് എ സൈഡ് എന്താ, അതിൻ്റെ നീളം നമ്മൾ എത്ര കൂട്ടണം, അതിൻ്റെ നീളം സൈഡ് ഒന്നുകൂടെ കൂട്ടണം അല്ലേ. അപ്പോൾ ഇവിടെ 15-ൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ഒന്നുകൂടി കൂട്ടാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എത്ര വന്നു, 16 വന്നു, 16 സെൻറ്റിമീറ്റർ അല്ലേ, 16 സെൻറ്റിമീറ്റർ കിട്ടി. എന്ന് വെച്ചാൽ പുതിയ സമചതുരത്തിന് ഒരു വശം എന്നെ എഴുതിക്കോ, കാരണം അവർ പറഞ്ഞ ഈ 15-ൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടാൻ, ഇതിൻ്റെ എല്ലാം മുമ്പ് നമ്മൾ 10-ൻ്റെ കൂടെ ഒന്ന് കൂട്ടിയില്ലയോ, അതുപോലെ ഇത് 15-ൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടാൻ. അപ്പോൾ പുതിയ സമചതുരത്തിൻ്റെ ഒരു വശം എന്ന് പറയുന്നത് 16 സെൻറ്റിമീറ്റർ. എല്ലാ വശങ്ങളിലും ഓരോ സെൻറ്റിമീറ്റർ വീതം കൂട്ടാനാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ 4 വശവും കൂടെ കൂട്ടി അല്ലേ. അപ്പോൾ എത്ര കിട്ടി, 16 കിട്ടി ഇല്ലയോ. അപ്പോൾ നമ്മൾ എന്ത് മുമ്പ് ചെയ്ത പോലെ തന്നെ കുഞ്ഞുങ്ങൾ കേട്ടോ. ഇനി നമ്മൾ എന്ത് ചെയ്യും, പെരിമീറ്റർ കാണാം. പെരിമീറ്റർ ഓഫ് ന്യൂ സ്ക്വയർ, ആ പുതിയ സമചതുരത്തിൻ്റെ പെരിമീറ്റർ കാണാം. പുതിയ സമചതുരത്തിൻ്റെ മനസ്സിലാക്കി എഴുതുക എന്നുള്ള കേട്ടോ. ഞാൻ എഴുതി തന്നെ എഴുതണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ് എഴുതേണ്ടത്. പുതിയ സമചതുരം അപ്പോൾ അവിടെ ഉണ്ടാവും അല്ലേ. സമചതുരത്തിൻ്റെ ചുറ്റളവ് എത്രയാ, ഒരു വശം എത്ര കുഞ്ഞുങ്ങളെ, 16 അല്ലേ, ഇല്ലയോ 16. അപ്പം 4 വശം ഇല്ലയോ മൊത്തം, ഇവിടെ 16, ഇവിടെ 16, ഇവിടെ 16, ഇവിടെ 16. അപ്പോൾ 16 × 4, 6 4 24, ഒരു 4 4 4 2 6, 64 സെൻറ്റിമീറ്ററാണ് കിട്ടിയത് കേട്ടോ. ഇവിടെ എത്ര, ആദ്യം എത്രയായിരുന്നു, 60 സെൻറ്റിമീറ്ററാണ്. അല്ലാതെ തന്നെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ 60 അതിൻ്റെ കൂടെ ഓരോ സെൻറ്റിമീറ്ററോടെ കൂട്ടി എത്ര, 64. അപ്പോൾ ഇവിടെ എത്രയാണ് ഇൻക്രീസ് ആയത്, 64-ൽ നിന്ന് 60 പോയാൽ ബാക്കി 4 സെൻറ്റിമീറ്റർ ആവും നിങ്ങളെ ഇവിടെയും ഇൻക്രീസ് ആയത്. മനസ്സിലായോ, മനസ്സിലാക്കി പഠിക്കണേ. വല്ലോ മനസ്സിലാവുന്നുണ്ടോ? ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. ഒരു സമചതുരം നമ്മൾ വരയ്ക്കുക കേട്ടോ, സമചതുരം വരയ്ക്കുക. എന്നിട്ട് അതിനകത്ത് നിന്നാണ്ട് ഈ ഓരോ വശവും ഓരോ സെൻറ്റിമീറ്റർ വീതം കൂട്ടുക. ഈ 4 വശവും ഓരോ സെൻറ്റിമീറ്റർ വീതം കൂട്ടണം കേട്ടോ. അപ്പം നമുക്ക് എന്താ, 4 കൂടെ കൂടുതലാവും. അത്രയേ ഉള്ളൂ. ഇപ്പോൾ 60 ആണെങ്കിൽ 4 കൂടെ കൂട്ടി 64 കണ്ടോ. 60 ആക്കി 64. ഇപ്പോൾ 20 ആണെങ്കിൽ 24, 50 ആണെങ്കിൽ 54. അപ്പോൾ എത്രൻ്റെ ഡിഫറൻസ് വന്നു, 4-ൻ്റെ ഡിഫറൻസ് വന്നു. മനസ്സിലാക്കി എഴുതണമെന്ന് ഞാൻ പ്രത്യേകം പറയുന്നുണ്ട് കേട്ടോ. ഇത് ഇത്രയും ഇത് മലയാളം ഇംഗ്ലീഷും കൂടെ ഞാൻ എഴുതുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ഇംഗ്ലീഷ് മാത്രം എഴുതി മനസ്സിലാക്കി എഴുതുക. ഇതിന് ഓർഡറോ കാര്യങ്ങളോ ഇങ്ങനെ എഴുതണോ അങ്ങനെ എഴുതണമെന്നുള്ളൂ നിങ്ങൾക്ക് ആ പടം തന്നിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലാകുന്ന വെച്ചാൽ അങ്ങനെ എഴുതണം കേട്ടോ. അടുത്ത ചെയ്യാം.
അടുത്ത മൂന്നാമത്തെ ചോദ്യം, 2ന്റെ മൂന്നാമത്തെ ചോദ്യം. ഇഫ് ദ ഡിഫറൻസ് എന്ന് വെച്ചാൽ എന്താ, വ്യത്യാസം, ഇൻ പെരിമീറ്റർ ഓഫ് എനി സ്ക്വയർ ആൻഡ് ദ ലാർജ് സ്ക്വയർ മെയ്ഡ് ബൈ എക്സ്റ്റെൻഡിങ് ഈച്ച് സൈഡ് ബൈ 1 സെൻറ്റിമീറ്റർ ദ സെയിം നമ്പർ ഫോർ ആൾ സ്ക്വയേഴ്സ് വൈ. അതായത് നമ്മൾ ഏത് സമചതുരത്തിൻ്റെയും ചുറ്റളവ്, സമചതുരം ഏതോ ആയിക്കോട്ടെ, അതിൻ്റെ ചുറ്റളവും അതിൻ്റെ വശങ്ങളെല്ലാം 1 സെൻറ്റിമീറ്റർ നീട്ടി ഉണ്ടാക്കുന്ന വലിയ സമചതുരത്തിൻ്റെ ചുറ്റളവും തമ്മിലുള്ള വ്യത്യാസം ഒരേ സംഖ്യയാണോ? മുമ്പ് നമ്മൾ ചെയ്തപ്പോൾ ഒരേ സംഖ്യയാണോ കുഞ്ഞുങ്ങൾ കിട്ടിയാൽ? ആണല്ലോ. എന്താ, രണ്ടിടത്ത് നമുക്ക് 4 കാരണം എന്താ, ഇപ്പോൾ ഒരു സ്ക്വയർ അല്ലേ, ഈ സ്ക്വയറിൻ്റെ നമ്മളെടുത്ത് ഇവിടെയും 1 കൂട്ടണം, ഇവിടെ 1 കൂട്ടണം, ഇവിടെ 1 കൂട്ടണം, ഇവിടെ 1 കൂട്ടണമെന്നല്ലേ പറഞ്ഞത് അല്ലേ? അപ്പോൾ എന്താ, 4 ഒരുപോലെ കൂട്ടാനാണ് പറഞ്ഞത്. അപ്പം നമുക്ക് എന്താ, ഇതിൻ്റെ ഡിഫറൻസ് ആ 4 ആയിരിക്കും വരുന്നത്, ഇല്ലയോ? ഇനിയിപ്പം എന്താ, 2 കൂട്ടണമെങ്കിലോ, ഇപ്പം ഇവിടെ 2, ഇവിടെ 2, ഇവിടെ 2, ഇവിടെ 2, അപ്പം 2, 4, 6, 8. അപ്പോൾ അവിടുത്തെ ഡിഫറൻസ് 8 ആയിരിക്കും. മനസ്സിലായോ? നോക്കി, എല്ലായിടവും ഒരേപോലെയാണ്. അതിൻ്റെ ആ ടോട്ടൽ എടുത്തിട്ട് അതങ്ങ് കുറച്ചാൽ മതി. അപ്പോൾ എല്ലായിടവും ഒരേപോലെ ആയിരിക്കും വരുന്നത്. ചോദ്യം മനസ്സിലായോ? ഇവിടെ ഏത് സമചതുരത്തിൻ്റെയും ചുറ്റളവ്, ചുറ്റുമുള്ള അളവ്, അതായത് പെരിമീറ്റർ, വശങ്ങളുടെ എല്ലാം ഓരോ മുമ്പ് ഏത് 2 കണക്കും നമ്മൾ ഓരോ സെൻറ്റിമീറ്ററാലേ കൂട്ടിയത്. അതിൻ്റെ എല്ലാ ആൻസർ വന്നതും 4 അല്ലായിരുന്നോ കുഞ്ഞുങ്ങളെ? ഇനി അത് അതുപോലെ തന്നെ 1 സെൻറ്റിമീറ്റർ നീട്ടി ഉണ്ടാക്കുന്ന വലിയ സമചതുരത്തിൻ്റെ ചുറ്റളവും തമ്മിലുള്ള വ്യത്യാസം ഒരേ സംഖ്യയാണോ? അത് എന്തുകൊണ്ട്? ഇപ്പം നമ്മൾ മുമ്പ് ചെയ്ത് നോക്കുക, നമുക്ക് എത്ര ആൻസർ വന്നതാണ്? 4 സെൻറ്റിമീറ്റർ. നമ്മൾ ആ വരച്ചതാണ്, ഓരോ സെൻറ്റിമീറ്റർ വെച്ച് കൂട്ടി, കണ്ടോ, കൂട്ടിയപ്പോൾ നമുക്ക് കിട്ടിയത് 4 ആണ്. ഇനി അത് 60 ആണെങ്കിലോ? 60 ആണെങ്കിലും നമ്മൾ എന്താ, ഓരോ സെൻറ്റിമീറ്റർ വെച്ചല്ലേ ഇവിടെയും കൂട്ടിയത്. അപ്പോഴും നമുക്ക് എത്ര, അപ്പം 4 സെൻറ്റിമീറ്റർ അല്ലേ വന്നത്. അപ്പോൾ അവരാ ചോദ്യം ചോദിച്ചത് നോക്കിക്കൊണ്ടേ, ഏത് സമചതുരത്തിൻ്റെയും ചുറ്റളവും വശങ്ങളെല്ലാം ഓരോ സെൻറ്റിമീറ്റർ ആണ് കേട്ടോ, അതിനൊരു മാറ്റവും ഇല്ല. ഉണ്ടാക്കുന്ന വലിയ സമചതുരത്തിൻ്റെ ചുറ്റളവും തമ്മിലുള്ള വ്യത്യാസം ഒരേ സംഖ്യയാണോ? അത് എന്തുകൊണ്ട് എന്നാണ് നമ്മളോട് ചോദിച്ചത്. മനസ്സിലായോ നിങ്ങളെ? അപ്പം നമുക്ക് ഇവിടെ ആദ്യം അറിയേണ്ടത് എന്തറിയോ, സമചതുരത്തിൻ്റെ ചുറ്റളവ്. സമചതുരത്തിൻ്റെ ചുറ്റളവ് കാണാൻ എന്തോ ചെയ്യണം, അതായത് പെരിമീറ്റർ ഓഫ് സ്ക്വയർ അല്ലേ, എന്ന് വെച്ചാൽ എന്താ, സമചതുരത്തിൻ്റെ ചുറ്റളവ് അല്ലേ, സമചതുരത്തിൻ്റെ ചുറ്റളവ് ഈസിക്കൽ ടു എന്താ, 4 ഇൻറ്റു സൈഡാണ്. അതറിയാമോ? ഒരു സമചതുരത്തിൻ്റെ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു സൈഡ്, അല്ലെങ്കിൽ നമ്മൾ 4s എന്ന് വേണമെങ്കിലും പറയാം കേട്ടോ. കുറച്ചുകൂടെ നിങ്ങൾക്ക് കുഞ്ഞുങ്ങളായതുകൊണ്ട് 4 ഇൻറ്റു സൈഡ് കേട്ടോ. മനസ്സിലായോ? 4 ഇൻറ്റു സൈഡാണ്. എന്തെങ്കിലും സംശയമുണ്ടോ? ഇനി അവർ പറഞ്ഞ് അതിൻ്റെ കൂടെ എന്ത് ചെയ്യുക, 1 സെൻറ്റിമീറ്റർ നീട്ടി ഉണ്ടാകുക. സൈഡല്ലേ നമ്മൾ 1 സെൻറ്റിമീറ്റർ നീട്ടി ഉണ്ടാകുന്നത് അല്ലേ? അപ്പോൾ എന്താ, നമ്മൾ ഈ സൈഡിൻ്റെ ലെങ്ത് ദ സൈഡ് ലെങ്ത് ഓഫ് ഒരു ന്യൂ സ്ക്വയർ ഉണ്ടാക്കുക അല്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ആ പുതിയ സ്ക്വയറിൻ്റെ വശങ്ങളുടെ നീളം, ഇവിടെ എന്തുവാ, പുതിയ സമചതുരത്തിൻ്റെ വശങ്ങളുടെ നീളം എത്ര? വശങ്ങളുടെ നീളം നമ്മൾ 1 സെൻറ്റിമീറ്റർ കൂടെ കൂട്ടി. നീളം 1 സെൻറ്റിമീറ്ററും കൂടെ കൂട്ടി. അപ്പം നമ്മൾ എങ്ങനെ എഴുതും? ഇത് നമ്മുടെ ചോദ്യത്തിൽ തന്നു കേട്ടോ. 1 സെൻറ്റിമീറ്റർ കൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സൈഡ് എന്ന് പറയുന്നത് എന്താ, സൈഡ്, ഈ സൈഡിൻ്റെ കൂടെ നമ്മൾ ഒന്നുകൂടി കൂട്ടണം. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? അതായത് P ഈസിക്കൽ ടു കേട്ടോ, ഒന്നുകൂടെ കൂട്ടുമ്പോൾ നമ്മൾ x+1 എന്ന് പറയും കേട്ടോ. എൻ്റെ താഴെ എഴുതാം, ഈ x+1 എന്തെന്നാ, സൈഡിൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടിയെന്ന്. അതാ ഇവിടെ എഴുതി വെച്ച കേട്ടോ. നിങ്ങൾക്ക് പിന്നെ ഇച്ചിരി കഴിഞ്ഞ് എടുത്ത് നോക്കുമ്പോൾ അറിയണ്ടായോ, നീളം അതിൻ്റെ ഒന്നുകൂടെ കൂട്ടി എന്നാണ് +1 എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ ഇക്വേഷൻ എഴുതുമ്പോൾ എങ്ങനെ എഴുതും? പെരിമീറ്റർ ഈസിക്കൽ ടു 4 ഇൻറ്റു സൈഡിൻ്റെ കൂടെ എന്ത് ചെയ്യുക, ഒന്നുകൂടെ കൂട്ടി അല്ലേ? സൈഡിൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടി. മനസ്സിലായോ? എന്തെങ്കിലും അതായത് പെരിമീറ്റർ ഓഫ് സ്ക്വയർ, സമചതുരത്തിൻ്റെ ചുറ്റളവ് 4 ഇൻറ്റു സൈഡാണ്. അതിൻ്റെ സംശയമൊന്നുമില്ലല്ലോ
ഇല്ലല്ലോ, അതൊരു ഇക്വേഷൻ ആണേ. ഓക്കെ, 4 ഇൻറ്റു സൈഡ്. ഇനി അതിൻ്റെ പുതിയതായിട്ട് എടുക്കുമ്പം ആ സൈഡിൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടണമെന്ന്. ഇത് ഞാനൊന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ് ഈ വരി എഴുതി കേട്ടോ. നമ്മൾ ഈ ഇന്ന് വീട്ടിൽ നിന്നൊക്കെ നോക്കുമ്പോഴേ ഒരു പുതിയ സഹോദരത്തിൻ്റെ വശങ്ങളുടെ നീളം അവരെ ഒന്നുകൂടെ കൂട്ടും. അപ്പോൾ സൈഡിൻ്റെ ഒന്നുകൂടെ കൂട്ടുക, സൈഡ് A+1 ഒന്നുകൂടെ കൂട്ടി. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ എഴുതും? പെരിമീറ്റർ = 4 ഇൻറ്റു സൈഡ് +1. ഇനി ഇങ്ങനെ വരുമ്പോഴേ നമുക്ക് എങ്ങനെ ഈ ബ്രാക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അതുകൊണ്ട് ഇങ്ങനെ ബ്രാക്കറ്റിനകത്ത് കിടക്കുന്ന ഓരോരുത്തരെയും പോയി കാണണമെന്ന് ഓർമ്മയുണ്ടോ? ബ്രാക്കറ്റിനകത്ത് വന്ന അപ്പോൾ 4 ഇൻറ്റു എസ് എന്താ 4s അല്ലേ, പ്ലസ് 4 ഇൻറ്റു 1 4. കണ്ടോ, മനസ്സിലായോ ഇതെങ്ങനെയാണ് വന്നതെന്ന്? നമ്മൾ സമചതുരത്തിൻ്റെ ചുറ്റളവ് 4 ഇൻറ്റു സൈഡാണ്. പക്ഷേ അതിൻ്റെ ഒന്നുകൂടെ കൂടിയപ്പോൾ അതിൻ്റെ പെരിമീറ്റർ എങ്ങനെയാണ് വരുന്നത്? 4s + 4. ഇനി ഇവ തമ്മിലുള്ള ഡിഫറൻസ് എഴുതിയേക്കുന്നത്. ഡിഫറൻസ് എന്ന് വെച്ചാൽ എന്താ നിങ്ങളെ കുറയ്ക്കാനല്ലേ? ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചത് അല്ലേ, അല്ലെങ്കിൽ വ്യത്യാസം, കുറച്ചുകൂടെ നല്ലത്. വ്യത്യാസം എന്ന് പറയുന്നത് നമ്മുടെ 4s + 4 മൈനസ് എന്താണ് നമ്മുടെ മേളിലത്തെ 4s. 4 ഇൻറ്റു സൈഡ് എന്ന് വെച്ചാൽ 4s ആണ് കേട്ടോ. 4 ഇൻറ്റു സൈഡിൻ്റെ അർത്ഥം എന്താ? 4 ഇൻറ്റു സൈഡ് 4s കേട്ടോ, 4s. ആ 4s ആണ് ഇത്. അപ്പോൾ ഈ 4sഉം ഈ 4s കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ആരേ ഉള്ളൂ? 4. കണ്ടോ, 4ആണ്. അപ്പോൾ നമ്മളതിനെ എങ്ങനെ എഴുതും? 4 തന്നെയല്ലേ അവിടെ വന്ന്? എന്തെങ്കിലും സംശയമുണ്ടോ? അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുമെന്ന് നോക്കൂ നിങ്ങളിവിടെ. എങ്ങനെ എഴുതാം? ഇവിടെ ഡിഫറൻസ് എങ്ങനെ എഴുതും? ദി ഡിഫറൻസ് വിൽ ബി ദ സെയിം നമ്പർ. ഇത്രയും മാത്രം എഴുതിയാൽ മതി, സെയിം നമ്പർ എന്ന്. നമുക്ക് അതേ സെയിം ആൻസർ തന്നെ കിട്ടുന്നത് അല്ലേ? മലയാളംകാരെങ്ങനെ എഴുതും? വ്യത്യാസം ഒരേ സംഖ്യ തന്നെയാണെന്ന് എഴുതണം കേട്ടോ. വ്യത്യാസം ഒരേ സംഖ്യ തന്നെയാണ്. വശങ്ങളുടെ നീളം എത്രയായാലും അതുകൂടെ വേണേൽ എഴുതിക്കോ നിങ്ങൾ. ഇവിടെ വശങ്ങളുടെ നീളം, ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കാനാട്ടോ. വശങ്ങളുടെ നീളം എത്ര തന്നെയായാലും, അതിന് എത്ര തന്നെയായാലും വർദ്ധനവ് ഒരേ സംഖ്യ തന്നെയായിരിക്കും. കാരണം നമുക്ക് അതിൻ്റെ റീസൺ ചോദിച്ചുകൊണ്ടാണ് അങ്ങനെ എഴുതുക കേട്ടോ. വൈ എന്ന് നമ്മളോട് ചോദിച്ചുകൊണ്ടാണ്. ഇംഗ്ലീഷ് മീഡിയക്കാർ ഇത് മാത്രം മതി, ഈ ഒരെണ്ണത്തിൽ തന്നെ അതിൻ്റെ എല്ലാം ഉണ്ട് കേട്ടോ. ഇംഗ്ലീഷ് മീഡിയക്കാരൊന്ന് മനസ്സിലാക്കണേ നിങ്ങൾ എന്തുകൊണ്ടാണ് കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടോ? എഴുതി ഇച്ചിരി ഇതിലാണ് കണ്ടോ. അതായത് ദ ഡിഫറൻസ് വിൽ ബി ദ സെയിം നമ്പർ ആയിരിക്കും. 4 വന്നതിൽ എന്തെങ്കിലും സംശയമുണ്ടോ? നമ്മൾ ആദ്യമായിട്ടാണ് ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബ്രാക്കറ്റിനകത്ത് ഈ 4 ഇൻറ്റു സൈഡ് നമുക്കറിയാവുന്നതാണ്. പെരിമീറ്ററിൻ്റെ സ്ക്വയർ അല്ലേ, സ്ക്വയറിൻ്റെ പെരിമീറ്റർ കാണുന്നത് 4 ഇൻറ്റു സൈഡാണ്. അതിനെ ചുരുക്കി നമ്മൾ 4s എന്ന് പറയുന്നത് കേട്ടോ. ഇനി പുതിയ നമ്മൾ ഈ സൈഡിൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടി, അപ്പോൾ s+1 സൈഡിൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടി. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എഴുതുമ്പോൾ P = പെരിമീറ്റർ = 4 ഇൻറ്റു s+1. അപ്പോൾ 4 ഇൻറ്റു s 4s, 4 ഇൻറ്റു 1 4 കേട്ടോ. അപ്പോൾ ഡിഫറൻസ് ഇത് തങ്ങളുള്ള വ്യത്യാസം നമ്മളോട് ചോദിച്ചതുകൊണ്ട് ഡിഫറൻസ് എന്ന് വെച്ചാൽ കുറയ്ക്കുക എന്നാണ് നിങ്ങൾ കേട്ടോ. കുറച്ച് നോക്കിയപ്പോൾ എത്ര? ഈ 4sൽ നിന്ന് ഈ 4s പോയി കഴിഞ്ഞാൽ ബാക്കി 4. അപ്പോൾ ഡിഫറൻസ് വിൽ ബി ദ സെയിം നമ്പർ ആയിരിക്കും. വ്യത്യാസം ഒരേ സംഖ്യ തന്നെയാണ്. പിന്നെയോ വശങ്ങളുടെ നീളം എത്ര തന്നെ ആയാലും വർധനവ് ഒരേ സംഖ്യ തന്നെ ആയിരിക്കും. ഓക്കെ ആണോ? ഇനി അതിനകത്തിലൊരെണ്ണം കൂടെ ഉണ്ടല്ലേ. അടുത്ത് നോക്കിയോ നിങ്ങളെ, നമ്മൾ ആ 2ന്റെ 4ാമത്തെ. It is also true for rectangle which are not square. സമചതുരമല്ലാത്ത, നമ്മൾ ഇതുവരെ ചെയ്തത് ഈ സമചതുരത്തിൻ്റെയാണ്. അതായത് ഇവിടെ 10 ആണെങ്കിൽ അതിൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടി, ഇവിടെയും 10 ആണെങ്കിൽ അതിൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടി, ഇവിടെയും 10 ആണെങ്കിൽ ഒന്നുകൂടെ കൂട്ടി, ഇവിടെയും 10 ആണെങ്കിൽ ഒന്നുകൂടെ കൂട്ടി. അതാണ് നമ്മൾ ചെയ്തത് അല്ലേ? ഇതുവരെ ചെയ്തതെല്ലാം അല്ലേ ഒരേ സംഖ്യ തന്നെ എടുത്ത് കൂട്ടിയാണ്. ഇറ്റ് ഈസ് ആൾസോ ട്രൂ ഫോർ റെക്റ്റാങ്കിൾസ് വിച്ച് ആർ നോട്ട് സ്ക്വയർ. സമചതുരമല്ലാത്ത ചതുരങ്ങൾ, ഇത് സമചതുരമാണ് എന്ന് വെച്ചാൽ 4 വശവും ഒരുപോലെ ഉള്ളത് കൊണ്ടാണ് അതിനെ സമചതുരം അല്ലെങ്കിൽ സ്ക്വയർ എന്ന് പറയുന്നത്. എന്നാൽ ഈ റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് കണ്ടോ, റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് 4 വശവും ഒരുപോലെയാണോ? അല്ല അല്ലേ. ഇവിടെ എത്രയാണോ അതായിരിക്കും ഇവിടെ. ഓപ്പോസിറ്റ് സൈഡ് ഒരുപോലെ ആയിരിക്കും. എന്നാൽ ഇവിടെ എത്രയാണോ അതായിരിക്കും ഇവിടെ.
മനസ്സിലായോ? അതാ റെക്റ്റാങ്കിളിൻ്റെ പ്രത്യേകത. അപ്പോൾ അവർ ചോദിച്ചത് സമചതുരമല്ലാത്ത ചതുരങ്ങൾക്കും ഈ പറഞ്ഞതൊക്കെ ശരിയാണോ? നമ്മളിപ്പോൾ പറഞ്ഞ ഒരു കണക്കിനെ തന്നെ പാർട്ടായിട്ടാണേ ഇതൊക്കെ ശരിയാണോ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ സ്ക്വയറിൻ്റെ ഇപ്പം നമ്മൾ ചെയ്തു അല്ലേ? സ്ക്വയറിൻ്റെ സമചതുരത്തിൻ്റെ ചുറ്റളവ് വെച്ച് 4 ഇൻറ്റു സൈഡ് ആയപ്പോൾ നമുക്ക് എത്ര ലാസ്റ്റ് വന്നത്? 4 തന്നെ വന്നു അല്ലേ? ഇപ്പം നമ്മൾ ചെയ്ത എല്ലാ ക്വസ്റ്റ്യനും നിങ്ങളൊന്ന് എടുത്ത് നോക്കിയോ, നിങ്ങളെ ആൻസർ 4 അല്ലേ വന്നത്? അങ്ങനെയാണെങ്കിൽ അവർ ചോദിക്കുവാണേ ഈ സമചതുരമല്ലാത്ത ചതുരം ഉണ്ടല്ലോ അല്ലേ, ചതുരങ്ങൾ, റെക്റ്റാങ്കിള് അല്ലേ, പിന്നെ പാരലോഗ്രാം, കുറേ അങ്ങനെയൊക്കെ കൈറ്റ് അങ്ങനെയൊക്കെ, അത് നിങ്ങൾക്കില്ല. അപ്പോൾ അങ്ങനെ അതൊക്കെ 4 സൈഡുള്ളതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഇവിടെ നമുക്ക് റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്, ചതുരം എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സമചതുരമല്ലാത്ത അല്ലേ, സ്ക്വയർ അല്ലാത്ത അല്ലെ റെക്റ്റാങ്കിളിന് ഇത് ശരിയാണോ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ റെക്റ്റാങ്കിൾ, പെരിമീറ്റർ ഓഫ് റെക്റ്റാങ്കിൾ എന്താവും നിങ്ങളിവിടെ നമുക്കത് നോക്കാം. പെരിമീറ്റർ ഓഫ് റെക്റ്റാങ്കിൾ നമ്മൾ സ്ക്വയറിൻ്റെ ഇപ്പോൾ ചെയ്തു അല്ലേ, റെക്റ്റാങ്കിളിൻ്റെയും കൂടെ നിങ്ങളൊന്ന് ചെയ്തു നോക്കാൻ. അതായത് ചതുരത്തിൻ്റെ ചുറ്റളവ് എന്താണ്? ഇക്വേഷൻ അറിയാമായിരിക്കുമല്ലോ ഇല്ലയോ? 2 ഇൻറ്റു എൽ പ്ലസ് ബി ആണ്. 2 ഇൻറ്റു എൽ പ്ലസ് ബി ആണ് കേട്ടോ. ഈ എല്ലും ബിയും നിങ്ങളങ്ങ് ബ്രാക്കറ്റിൽ ഇട്ടോണം കേട്ടോ. ഈ ഇൻറ്റുക്ക് പകരം നമ്മൾ ഈ ബ്രാക്കറ്റ് ഇടുന്നത്, നിങ്ങളതിങ്ങനെ തന്നെ അങ്ങിട്ട് പഠിച്ചു കേട്ടോ. ഈ ഇൻറ്റുവിന് പകരമാണ് നമ്മളിത് ഇടുന്നത് കേട്ടോ, മനസ്സിലായോ? അതായത് ഇങ്ങനെ ഇട്ടിട്ട് കണ്ടിങ്ങനെ എൽ പ്ലസ് ബി ഇങ്ങനെയാണ് കറക്റ്റ് ഇടേണ്ടത് കേട്ടോ. അപ്പോൾ അത് എഴുതി. ഇനി അവർ പറഞ്ഞത് ഇതിനും നീളവും വീതിക്കും ഓരോ സെൻറ്റിമീറ്റർ നമ്മൾ അധികം ഇട്ട് കൊടുക്കുക. നീളത്തിനും നമ്മൾ എന്ത് ചെയ്തു? 1 ഇട്ട് കൊടുത്തു. ബ്രെഡ്ത്ത്, വീതിക്കും നമ്മൾ ഓരോ സെൻറ്റിമീറ്റർ എന്ന് വെച്ചാൽ ഇതൊരു റെക്റ്റാങ്കിളാണ് അല്ലേ, ഈ റെക്റ്റാങ്കിളിൻ്റെ ഈ ലെങ്തിനും നമ്മൾ ഓരോ സെൻറ്റിമീറ്റർ ഇട്ട് കൊടുത്തു. മനസ്സിലായോ? ബ്രെഡ്ത്തിനും നമ്മൾ ഓരോ സെൻറ്റിമീറ്റർ അധികം മുമ്പലത്തെ കൂട്ടി ഇട്ട് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ആൻസർ അത് തന്നെ വരുമോ എന്നാണ് നമ്മളോട് ചോദിച്ചത്. മനസ്സിലായോ? അപ്പോൾ നമുക്കിതിൻ്റെ എങ്ങനെ എഴുതാം? ഇതിൻ്റെ പെരിമീറ്റർ അല്ലേ, ഇതിൻ്റെ പെരിമീറ്ററിനെ നമുക്ക് എങ്ങനെ എഴുതാം കുഞ്ഞുങ്ങളെ? 2 അല്ലേ, 2 ഇൻറ്റു എൽ പ്ലസ് ബി എന്നാണ് വരുന്നത് അല്ലേ, 2 ഇൻറ്റു എൽ പ്ലസ് ബി. അപ്പോൾ ഇവിടെ എൽ എന്ന് പറയുന്നിടത്ത് എങ്ങനെയാണ്? എല്ലിൻ്റെ എൽ പ്ലസ് 1 എന്ന് എഴുതണം അല്ലേ, കാരണം ഒന്നുകൂടെ കൂടി. അപ്പോൾ എങ്ങനെ എഴുതാം നമുക്ക്? 2നെ ഈ മുമ്പത്തെ കൂട്ട് തന്നെ അങ്ങ് എഴുതാം. 2നെ വെളിയിലിട്ടു അല്ലേ. ഈ എല്ല് വരുന്നിടത്തെല്ലാം എന്ത് ചെയ്യണം? ഒന്നുകൂടെ കൂട്ടണം. എല്ലിൻ്റെ കൂടെ 1 കൂട്ടി, പിന്നെ പ്ലസ്, ഈ പ്ലസ് ആണ് ഈ പ്ലസ് ബിയുടെ കൂടെയും നമ്മൾ എന്ത് ചെയ്തു? 1 കൂട്ടി. ബിയുടെ കൂടെയും 1 കൂട്ടി. മനസ്സിലായോ? നമ്മൾ പഠിച്ചിട്ടുണ്ട് വെളിയിൽ കിടക്കുന്ന ആൾ അകത്ത് കിടക്കുന്ന ആളിനെ പോയി കാണണമെന്ന് അല്ലേ. ഇപ്പം നമുക്ക് എന്താ? എല് പ്ലസ് 1 ബി എ പ്ലസ് 1 ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി 2 ഇൻറ്റു എല്ലിനെയും ബി എയും കൂടെ ഒരിടത്ത് കൊണ്ടുവരാം. പ്ലസ് 1 പ്ലസ് 1 2 കേട്ടോ. സ്റ്റെപ്പായിട്ട് മനസ്സിലാക്കണേ കേട്ടോ. ഈ 1ഉം കൂടാണ് ഇത്. എല് പ്ലസ് ബി ഇത്. ഇപ്പോൾ കുറച്ചുകൂടെ എളുപ്പമായില്ലേ? ഇനി ഇതിനെ ഓരോന്നിനെയും പോയി കാണാം. അതെ, 2 പോയി എല്ലിനെ കണ്ടു, 2 പോയി ബി എ കണ്ടു കേട്ടോ, പിന്നെ 2 പോയി 2വിനെ കണ്ടു കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിനെ ഒറ്റയടിക്ക് പോയി കാണാം കുറച്ചുകൂടി എളുപ്പത്തിൽ കേട്ടോ. അപ്പോൾ എങ്ങനെ? 2 പോയിട്ട് ഒറ്റയടിക്ക് എന്ത് ചെയ്തു? എൽ പ്ലസ് ബി എ കാണാം കേട്ടോ. 2 ഇൻറ്റു എൽ പ്ലസ് ബി എ കണ്ടു, പിന്നെ പ്ലസ് 2 പോയിട്ട് 2വിനെ കണ്ടു, 2 പോയിട്ട് എല്ലിനെ കണ്ടു, 2 പോയിട്ട് ബി എ കണ്ടു, പ്ലസ് 2. മനസ്സിലായോ? അപ്പോൾ എങ്ങനെ വരും? 2 ഇൻറ്റു എൽ പ്ലസ് ബി പിന്നെ പ്ലസ് 4 എന്ന് വന്നു. 2 ഇൻറ്റു എൽ പ്ലസ് ബി ഇങ്ങനെ വരും ഇതിൻ്റെ ആൻസർ. അതായത് 2L 2B 2 ഇൻറ്റു 2 4. മനസ്സിലായോ? ഇത് ഓരോ വെട്ടത്തിന് വേണ്ടിയാണ് ഇങ്ങനെ കാണിച്ചേട്ടോ. ഇതൊന്ന് കുറച്ചുകൂടെ ഒന്ന് മനസ്സിലായോ? 2 ഇൻറ്റു എൽ 2L 2 ഇൻറ്റു ബി 2B പ്ലസ് 4. മനസ്സിലായോ? അപ്പോൾ ഇനി ഇതിൻ്റെ ഡിഫറൻസ് ആണ് മുമ്പലത്തെ കൂട്ട് തന്നെ. ഡിഫറൻസ് അല്ലെങ്കിൽ വ്യത്യാസം. ഇപ്പോൾ എത്രയാണ് വന്നത്? 2 ഇൻറ്റു അല്ലേ എൽ പ്ലസ് ബി പ്ലസ് 4 ആണ് ഇപ്പോൾ കിട്ടിയത്. മൈനസ് വ്യത്യാസം എന്ന് വെച്ചാൽ കുറയ്ക്കാനാണ്. മുമ്പലത്തെയോ 2 ഇൻറ്റു അല്ലേ 2 ഇൻറ്റു എന്താ എൽ പ്ലസ് ബി. നോക്കിയേ, 2 ഇൻറ്റു എൽ പ്ലസ് ബി. വേണേൽ ഈ ഇൻറ്റു മാറ്റിയാണ്ട് ഇങ്ങനെ ഇട്ടാൽ അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കേട്ടോ ഇങ്ങനെ ഇടാമെങ്കിലേ കുറച്ചുകൂടെ ചെയ്യാൻ എളുപ്പമെന്ന് തോന്നുന്നു. 2 ഇൻറ്റു എൽ പ്ലസ് ബി 2 ഇൻറ്റു എൽ പ്ലസ് ബി. നോക്കിക്കേ, ഇവിടെ 2 ഇൻറ്റു എൽ പ്ലസ് ബി 2 ഇൻറ്റു എൽ പ്ലസ് ബി
മൈനസ് ചെയ്യാനാണ്. 2 2LB ഒരുപോലെ വന്നു കഴിഞ്ഞാൽ കുറയ്ക്കാനല്ലേ. അപ്പോൾ അതിനെ ഇതങ്ങ് വെട്ടിപ്പോവും 0. ബാക്കി ആരുണ്ടോ നോക്കി ഇവിടെ 4. അവിടെ ആ ആൻസർ തന്നെ അല്ലേ കിട്ടിയത്. എന്തെങ്കിലും ഡൗട്ടുണ്ടോ? ഇവിടെ കുറയ്ക്കാനാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. ഇപ്പം പോട്ടെ, 2 2 പോയാൽ 0, L പോയാൽ 0, B പോയാൽ 0. 4 വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. അത് 4 താത്തിറക്കി. മനസ്സിലായോ? അങ്ങനെ വേണേൽ ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. കുറയ്ക്കുമ്പോൾ നമുക്ക് 4 കിട്ടും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്താ, സമചതുരമല്ലാത്ത ചതുരങ്ങൾക്കും ഇത് ശരിയാണ് കേട്ടോ. അപ്പോൾ എന്താ, ഇറ്റ് ഈസ് 4-മത്തെയാണ് കുഞ്ഞുങ്ങളെ. ഇറ്റ് ഈസ് ട്രൂ ആണ്. അവർ പറഞ്ഞ ശരി, ട്രൂ ആണ്. ഫോർ റെക്റ്റാങ്കിൾസ് വിച്ച് ആർ നോട്ട് സ്ക്വയർ. സമചതുരമല്ലാത്ത ചതുരങ്ങൾക്കും ഇത് ശരിയാണ്. സമചതുരമല്ലാത്ത ചതുരങ്ങൾക്ക്, റെക്റ്റാങ്കിൾ അല്ലേ, ചതുരങ്ങൾക്കും ഇത് ശരിയാണ്. മനസ്സിലാക്കി വേണേ, ഇത് ശരിയാണ് കേട്ടോ. നിങ്ങൾക്ക് മലയാളം ഇംഗ്ലീഷും കൂടെ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് സംഭവം മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. ഇതെങ്ങനെയാണ് വന്നതെന്ന് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടോ നിങ്ങളെ? ഇവിടെ ഫസ്റ്റ് പെരിമീറ്റർ ഓഫ് റെക്റ്റാങ്കിൾ 2 അവർ പറഞ്ഞത് ഈ ആൻസർ തന്നെ റെക്റ്റാങ്കിളിലും സ്ക്വയറിലും വരുമ്പോൾ ഒരേ ആൻസർ ആണോ, ഡിഫറൻസ് ഒരുപോലെയാണോ വരുന്നതെന്നാണ്. അപ്പോൾ അത് നമ്മൾ തെളിയിച്ച് കാണിച്ചതാണ്. ഇത് നമുക്ക് എന്താ, എല്ലാത്തിൻ്റെയും നോക്കിയാൽ ഇവിടെ നമ്മൾ ഇതുവരെ ചെയ്ത എല്ലാത്തിൻ്റെയും ആൻസർ എന്താ, 4 ആണ്. അപ്പോൾ ഇവിടെ എന്താണ്, ഇറ്റ് ഈസ് ട്രൂ ഫോർ റെക്റ്റാങ്കിൾസ് വിച്ച് ആർ നോട്ട് സ്ക്വയർ. സമചതുരമല്ലാത്ത ചതുരങ്ങൾക്കും ഇത് ശരിയാണ് എന്നാണ് കേട്ടോ. അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട്, 5-മത്തെ. നോക്കൂ നിങ്ങൾ, അവിടുത്തെ 5-മത്തെ. ഇഫ് ദ പെരിമീറ്റർ ഓഫ് ദ ലാർജർ റെക്റ്റാങ്കിൾ ഈസ് ഡിനോട്ടഡ് ബൈ P ആൻഡ് ദ പെരിമീറ്റർ ഓഫ് ദ ഒറിജിനൽ സ്മാൾ റെക്റ്റാങ്കിൾ ഈസ് ഡിനോട്ടഡ് ബൈ S, ഇൻ വിച്ച് ആൾ വേ ക്യാൻ വി റൈറ്റ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ 2 നമ്പേഴ്സ്. അതായത് ഇവിടെ വലുതാക്കിയ ചതുരത്തിൻ്റെ എത്രാമത്തെയാ, 5-മത്തെ അല്ലേ. 5-മത്തെ, 2/5. നമ്മളിവിടെ വലുതാക്കിയ ചതുരത്തിനെ, നമ്മൾ വലിയ ചതുരം ഉണ്ടാക്കി അല്ലേ, ഓരോന്നിനെയും 1 വീതം കൂട്ടി ഒക്കെ വലുതാക്കിയ ചതുരമുണ്ട്. അതിനെ നമുക്ക് P എന്നും, വലുതാക്കിയതാണ് എന്നും, ചെറിയ ചതുരത്തെ, അതിനെ നമ്മൾ ചെറിയ ചതുരം ഉണ്ടല്ലോ, ചെറിയ ചതുരത്തെ, വലിയ ചതുരത്തെ P എന്നും. ചുമ്മാ ഞാൻ ഇങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടി എഴുതിയാന്നേ. ചെറിയ ചതുരത്തെ എന്താ വേണേ സ്റ്റെപ്പ് നിങ്ങൾ എഴുതിക്കോ, കാരണം വേർഡ് പ്രോബ്ലം ആയിട്ട് തന്നിരിക്കുകയല്ലേ. എന്താ, ലാർജർ റെക്റ്റാങ്കിൾ ഈസിക്കൽ ടു, ചതുരമല്ലേ അല്ലയോ, പെരിമീറ്റർ ഓഫ് ദ ലാർജർ റെക്റ്റാങ്കിൾ P എന്നും, എന്താ സ്മാളർ റെക്റ്റാങ്കിളിലെ ചെറിയ ചതുരം എന്ന് പറയുന്നതിനെ S എന്നും അല്ലേ, S എന്നും എഴുതിയാൽ ഈ സംഖ്യകൾ തമ്മിലുള്ള ബന്ധം എങ്ങനെയെല്ലാം നമുക്ക് എഴുതാവുന്നതാണ്. എങ്ങനെ എഴുതാം കുഞ്ഞുങ്ങളെ? അപ്പോൾ P ഈസിക്കൽ ടു എങ്ങനെ എഴുതാം, നമുക്ക് സൈഡ് +4 എന്ന് എഴുതാം കേട്ടോ. സൈഡ് +4 എന്ന് എഴുതാം. മനസ്സിലായോ? സൈഡ് പ്ലസ് P എന്ന് പറയുന്നത് എന്താ, സൈഡ് +4. അതും അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ അറിയോ, P - S എന്ന് പറയും. നമ്മൾ ഫസ്റ്റ് പഠിച്ച ഓർമ്മയുണ്ടോ? ഇപ്പം നമ്മൾ പറയുക എന്താ, 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, 6 + 4 എന്നാണ്. ഇത് പറഞ്ഞാൽ മനസ്സിലാവാത്തവർക്ക് വേണ്ടി കേട്ടോ. 6 + 4 എന്നാണ് അല്ലേ. അപ്പം നമുക്ക് ഇതിനെ നമ്മൾ എന്താ, ഡിസ്റ്റൻസ് എന്നും, ഇതിനെ നമ്മൾ L എന്നും, ഇതിനെ നമ്മൾ R എന്നും ഓർമ്മയുണ്ടോ? അതൊന്ന് ഓർക്കാൻ വേണ്ടി പറഞ്ഞതാ കേട്ടോ. അപ്പം നമുക്ക് എന്താ, 6 അല്ലെങ്കിൽ 10 - 6 എന്ന് വെച്ചാലും 4 അല്ലേ കുഞ്ഞുങ്ങളെ, അല്ലെങ്കിൽ 10 - 4 എന്ന് വെച്ചാലും 6 അല്ലേ. ഇതിനെ നമുക്ക് തിരിച്ച് മറിച്ച് നോക്കേണ്ടത്. 10 നിന്ന് 6 പോയാൽ 4 ആണ്, 10 നിന്ന് 4 പോയാൽ 6 ആണ്. അത് ഈ 3 എണ്ണം വെച്ചുള്ള കളിയാണ് ഇത് കണ്ടോ. 10 എന്ന് പറയുന്നത് 6 + 4 ആണ്. അപ്പം 10 നിന്ന് 6 പോയാൽ നമുക്ക് ഈ 4 കിട്ടും, 10 നിന്ന് 4 പോയാൽ 6 കിട്ടും, 6ഉം 4ഉം കൂടെ കൂട്ടിയാൽ 10 കിട്ടും എന്ന് പറയുന്ന പോലെ P - S = 4 അല്ലേ. P - S = 4 അല്ലേ. P എന്ന് പറഞ്ഞാൽ S + 4 ആണ്. മനസ്സിലാക്കിയോ? അപ്പോൾ ഇത് മതി, ഈ ഒരൊറ്റ ഒരെണ്ണം മതി എൻ്റെ ആൻസറായിട്ട് കേട്ടോ. അതായത് വലിയ റെക്റ്റാങ്കിൾ എന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ സൈഡിൻ്റെ കൂടെ +4. നമ്മൾ 4 ആണ് ഇപ്പം നമുക്ക് ഇതുവരെ കിട്ടിയതിൻ്റെ എല്ലാം ഇല്ലേ, 4 4 4
അപ്പോൾ ഇത് നല്ലതുപോലെ മനസ്സിലാക്കി എഴുതിയെടുക്കുക. ഈ ചെയ്തതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഒട്ടും മനസ്സിലാവാത്ത ഉണ്ടെങ്കിൽ 1-2 വട്ടം ഒന്ന് കാണണേ. നിങ്ങൾ ഒറ്റ വട്ടം കണ്ടാൽ ചിലപ്പോൾ മനസ്സിലാവത്തില്ല. 1-2 വട്ടം കാണുക. കണ്ടതിന് ശേഷം എന്ത് ചെയ്യുക, ഇനി അടുത്ത നമുക്ക് ലെറ്റർ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ കമൻറ്റ് പറയാം. ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ഹൈപ്പും ഒക്കെ ചെയ്യണേ നിങ്ങൾ കേട്ടോ. ഓക്കെ, താങ്ക് യു.